ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ നമുക്ക് കഴിക്കാൻ അടയാണ്. അടയും കട്ടൻ ചായയൊക്കെ കൂട്ടിയിട്ട് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെമ്മീനും കൂടെ കറി വെച്ചു കേട്ടോ. കറിയും വെച്ച് പിന്നെന്താ അച്ചിങ്ങയും കൂടെ മെഴുക്ക് വെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടായി പുറത്ത് പോയിച്ചും വന്നപ്പോഴത്തേക്ക് കുറച്ച് കൂട്ടുമീൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നേ. കൂട്ടുമീൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, പല ജാതി മീനുകൾ ചേരുന്നതാണ് കൂട്ടുമീൻ. അപ്പോൾ അതിനിപ്പോൾ ഒന്ന് കറി വെക്കണം. എന്തായാലും കൊണ്ടുവന്നില്ല, ഇനി ഫ്രീസറിലോട്ടൊന്നും കയറ്റുന്നില്ല. ഫ്രഷോട് കൂടി തന്നെ കറി വെച്ചേക്കാന്ന് വിചാരിച്ച്. മാത്രമല്ല നമുക്ക് വൈകിട്ട് എന്തായാലും കറി വേണം. അപ്പോൾ കറി വെച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകിട്ടും എടുക്കാം. പിന്നെ ബാലൻസ് വരികയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്കാണെങ്കിലും മീൻകറി പിറ്റേ ദിവസം കൂട്ടുന്നതാണ് കൂടുതലും ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് വെള്ളം ഒഴിച്ചിടട്ടെ. അപ്പോൾ കുറച്ച് ചെതുമ്പലൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ മീനുകളുടെ പേര് പറഞ്ഞുതരാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടേ. അപ്പോൾ ഇനി മീൻ കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങയൊക്കെ മക്കൾ നേരത്തെ ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണ്, ഞാൻ കുറച്ച് സമയമായി പുറത്തെടുത്ത് വെച്ചിട്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണേ. അപ്പോൾ ഇത് കൂട്ടുമീൻ തരം ആയതുകൊണ്ട് ഒരുപാട് മുളക് പൊടിയൊന്നും ആവശ്യമില്ല. എന്നാൽ ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ഞാൻ കൂടുതലും ചേർക്കുന്നത്. എരിവുള്ളത് അത്രയ്ക്ക് അങ്ങോട്ട് ഇടത്തില്ല, 1 ടീസ്പൂണേ ചേർക്കാറുള്ളേ. അപ്പോൾ അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ അരപ്പ് നമ്മൾ അരച്ചു കഴിഞ്ഞാൽ ഉടനെ കറിയിലേക്ക് ചേർക്കണേക്കാളും നല്ലത് അരപ്പൊന്ന് തണുത്തതിന് ശേഷം കറിയിൽ ചേർക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അരച്ചു വയ്ക്കുന്നത്. അപ്പോൾ രാവിലെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ കുളിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നേ. കുളിച്ചേച്ചും പിന്നെ മീൻ വെട്ടുന്ന കാര്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്കതൊട്ടും ഇഷ്ടമില്ല. പിന്നെ ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ഡ്രസ്സൊന്ന് മാറിയിട്ട് വേറെ പഴയ ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ട് മീൻ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. മാത്രമല്ല ഇടയ്ക്ക് കുഞ്ഞ് വഴക്കിടുമ്പോഴത്തേക്ക് കുഞ്ഞിനെയും പോയി എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ വൈകുന്നേരം എന്തായാലും ഒന്ന് കുളിക്കണം, അമ്പലത്തിലൊക്കെ പോകേണ്ട കാര്യമുണ്ട്. അപ്പോൾ മീൻകറിക്ക് അരച്ചപ്പോൾ ഞാൻ ഉള്ളി അതിൻ്റെ കൂടെ അരച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് കല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുക്കണം. അപ്പം ഞാനത് ഒന്ന് പൊളിച്ചെടുക്കട്ടെ. ഉള്ളി പൊളിക്കുമ്പോൾ നമ്മൾ ഈ നടുക്ക് കാണുന്ന ഒരു വൈറ്റ് പോർഷൻ ഇല്ലേ, അത് നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റണം, അല്ലെങ്കിൽ ഒരു കയ്പ്പ് ഫീൽ ചെയ്യും. ഉള്ളി ഇത്രയും ഞാൻ ചതച്ച് ചേർക്കാറില്ല, എടുത്തപ്പോൾ വെച്ചിട്ട് കൂടുതലായിപ്പോയി. അപ്പോൾ അത് പൊളിച്ച് വെച്ചേക്കാമെന്ന് വിചാരിച്ചേ. ഒരു 3-4 കഷ്ണം ചതച്ച് ചേർക്കേണ്ട ആവശ്യമേ ഉള്ളൂ മീൻകറിക്ക്. അപ്പോൾ ഈ കത്തി കണ്ട, ഇത് അമ്പലത്തിനടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിച്ചൊരു കത്തിയാണ്. നല്ല മൂർച്ചയാണ്. മാത്രമല്ല നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങുന്ന ഒരു കത്തിയാണ്. അപ്പോൾ ഇത് വാങ്ങിച്ചതിൽ പിന്നെ എല്ലാവർക്കും ഈ കത്തി മതി, മറ്റുള്ള കത്തികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയും അനിയത്തിയൊക്കെ വന്നപ്പോൾ ചോദിച്ചു, കത്തി എവിടുന്നാണ് വാങ്ങിച്ചത്, അവർക്ക് ഒരേന്നെ വേണമെന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ അതിനുശേഷം ഞാൻ അവിടെ ആ കടയിൽ ചെന്ന് ഞാൻ ചോദിച്ചു, പക്ഷെ അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തിട്ട് ഞാൻ കൊണ്ടുവരുമ്പോൾ പറയാമെന്നൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പോകുമ്പോൾ വാങ്ങിക്കണം. അപ്പോൾ ഉള്ളിയെല്ലാം ഞാൻ പൊളിച്ചെടുത്ത് അതെല്ലാം ഒന്ന് ചതച്ചെടുക്കുവാണേ. ഇതിനിടയ്ക്ക് ഞാൻ കൂട്ടുകാരുടെ വിശേഷങ്ങൾ ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? പിന്നെ കാലാവസ്ഥ എങ്ങനെയുണ്ട് അവിടെ? എല്ലായിടത്തും മഴയൊക്കെ തന്നെയാണോ? ഇവിടത്തെ കാലാവസ്ഥ എന്ന് വെച്ചാൽ ഇവിടെ മഴയാണ്. മാത്രമല്ല പിന്നെ 2 ദിവസം മുന്നേ നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പം 2 ദിവസമായിട്ട് നല്ല മഴയാണ്. വെയിലെറിച്ച സമയത്ത് എനിക്ക് ഗോതമ്പ് കഴുകി ഉണക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. ഞാൻ കഴുകണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അപ്പം എനിക്ക് ഓരോ കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ വന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയായി. ഇനിയിപ്പം വെയിൽ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിയെല്ലാം ഞാൻ ചതച്ചെടുത്തിന് മീൻ ക്ലീൻ ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ മീൻ ഇതെന്ന് വെച്ചെന്നേ അയല മീനാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇതിനകത്തുള്ള മീനെന്ന് വെച്ചെന്നാൽ ഈ വറ്റപ്പാര എന്ന് പറയും. വറ്റപ്പാര എന്ന് വെച്ചെന്നാൽ വലിയ വറ്റ മീനില്ലേ, വലിയ വറ്റ മീനിൻ്റെ ചെറുത്, അതിനാണ് വറ്റപ്പാര എന്ന് പറയുന്നത്. അതിന് അതിൻ്റെ ആ നടുഭാഗത്തായിട്ട് ഒരു അര ഉണ്ട്. അപ്പോൾ അര ഇതുപോലെ കത്തിക്കൊണ്ട് ചെത്തിക്കളയണം. അപ്പോൾ വറ്റ എന്ന് പറയുന്ന മീനിനും അര ഉള്ളതാണ്. അപ്പോൾ ഇത് വറ്റയുടെ കുഞ്ഞാണെങ്കിൽ അതിനും ഇതുപോലെ അര ഉള്ളതാണ്. അപ്പോൾ അതിങ്ങനെ ആണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ മീനും ക്ലീൻ ചെയ്യണമെന്നാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പം അതിൻ്റെ ചെകിള മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ആ കണ്ണും ഉൾപ്പെടെ ഒന്ന് മുറിച്ച് കളയുന്നത്.
പിന്നെ ഇത് എന്ന് പറയുന്നത് കുട്ടൻ എന്ന് പറയുന്ന മീനാണ്, കുട്ടൻ മീൻ എന്ന് പറയും. അപ്പോൾ ഒരു തരം ചോറ് പോലിരിക്കുന്ന മീനാണ് കേട്ടോ. ടേസ്റ്റാണ്, പെട്ടെന്ന് വേവ് ഒക്കെ ഉള്ള, പെട്ടെന്ന് വെന്ത് കിട്ടും, അങ്ങനത്തെ ഒരു മീനാണ്. ചൂട് കയറുമ്പോഴേ വേകുന്നൊരു മീനാണ്. അപ്പോൾ അതും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു മീൻ കാണാം. അത് നങ്കെന്ന് പറയും. നങ്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഈ വലിയ മാന്തലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, വലിയ മാന്തല്, അതിൻ്റെ ചെറുത്, ഇതിനാണ് നങ്കെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോയിൽ നേരത്തെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നങ്ക് മുളകിൽ പൊള്ളിക്കുന്നതിൻ്റെ വീഡിയോ, അതുപോലെ മീൻകറി വയ്ക്കുന്നതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ആദ്യമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം പ്രത്യേകം ഒന്നും വീഡിയോ ചെയ്യാത്തത് കേട്ടോ. നേരത്തെ വീഡിയോ പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട്. ഇനിയും സാഹചര്യം ഒത്തു വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാ മീനും നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി കൂട്ടി അടുപ്പത്ത് വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് പച്ചമുളകും കറിവേപ്പിലയും ഒരു തക്കാളിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 3 ചെറിയ പീസ് കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ തക്കാളി ഒരെണ്ണം ചേർത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കുടംപുളി ഇട്ട് കറി വയ്ക്കുമ്പോൾ ഒരു ചെറിയൊരു തക്കാളി ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ദേ ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ കറി അടുപ്പത്ത് വെച്ച് അതൊന്ന് പറ്റി സെറ്റായി വരുന്ന സമയം കൊണ്ട് ഞങ്ങൾ പിന്നെ ഊണ് കഴിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നേ. ഇത് പിന്നെ വൈകുന്നേരം എടുക്കാനാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഊണ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ളതെന്ന് വെച്ചാൽ അനുകുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സമയം കുഞ്ഞിനെയും വെച്ചിട്ടൊക്കെ ഇന്ന് കളിപ്പിക്കാറുണ്ട്. അപ്പോൾ കുറച്ച് സമയം കളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് വഴക്കായി. പിന്നെ ഞാൻ എടുത്ത് പുറത്ത് കൊണ്ടുപോയിട്ട് പൂക്കളും പിന്നെ ഇലകളൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വൈകിട്ടൊന്ന് അമ്പലത്തിൽ പോകണം. അപ്പോൾ ഇനി എനിക്കൊന്ന് കുളിക്കണം. കുളിച്ചിട്ട് മോനെയും കൂട്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് കണിച്ചുളങ്ങര അമ്പലത്തിലാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ്. എനിക്ക് രാവിലെ അമ്പലത്തിൽ പോകുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം വൈകുന്നേരം പോകുന്നതാണ്. വൈകുന്നേരം പോകുമ്പോൾ കിട്ടുന്ന ഒരു വൈബുണ്ട്, ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ വൈകുന്നേരങ്ങളിലാകുമ്പോഴത്തേക്ക് പുഴുക്ക് വഴിപാടിന് ആൾ ഒരുപാടുണ്ടാവും. അപ്പം നമുക്ക് ഉണ്ടയും കിട്ടും കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ അമ്പലത്തിൽ വരുന്ന സമയത്ത് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ചുറ്റമ്പലത്തിന് ചുറ്റും വിളക്കൊക്കെ തെളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മഴയായത് കാരണം ഒരു സൈഡിൽ നിന്നൊക്കെ എല്ലാവരും ഒക്കെ തെളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള വഴിപാടിനുള്ള രസീതൊക്കെ കുറിപ്പിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ എല്ലായിടവും തൊഴുതിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ പുഴുക്ക് വഴിപാട് നടത്തിയിട്ട് ദേവിക്ക് സമർപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന് നടക്കൽ സമർപ്പിക്കാറുണ്ട് എല്ലാവരും. അപ്പോൾ അത് വാങ്ങിച്ച് ഞങ്ങളിവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് നമ്മൾ അതിന് ശേഷം വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.